കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്നും നടിയിലാട്ടോ. ഇന്നലെ പച്ചമുളക് നട്ട്, മെനയാന്ന് ഞാൻ നട്ട് ചീര നട്ടു. ഇന്ന് ഞാൻ നടുന്നത് ഉരുളക്കിഴങ്ങ് നമ്മൾ കറി വെക്കാൻ കൊണ്ടുവന്ന് മുളച്ചിട്ടുണ്ടെങ്കിൽ മുളച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ കേൾക്കുന്നുണ്ട്. ഞാൻ കഴിക്കലില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മുളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നട്ടാൽ ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് തന്നെ കുറേ അങ്ങ് കിട്ടൂലേ. നമുക്ക് ഉരുളക്കിഴങ്ങിനാകെ 3 മാസമേ വേണ്ടൂ വിളവെടുക്കാൻ. അപ്പം ഞാൻ എൻ്റെ കറി വെക്കാൻ കൊണ്ടുവന്ന ഉരുളക്കിഴങ്ങ് മുളച്ചത് കൊണ്ട് അത് നടുന്നത് നിങ്ങളെയും കൂടെ കാണിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് 3 മാസം മുമ്പ് നട്ട ഉരുളക്കിഴങ്ങ് മുളച്ചതല്ല, കിഴങ്ങ് ഇങ്ങനെ ഉണ്ടായ നിലത്ത് ഞാൻ മാന്തി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇങ്ങനെ മാന്തി നോക്കിയിട്ടുണ്ട്. അപ്പം ഉണ്ട്, ഞങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് എങ്ങനെ നട്ട് അതുപോലെ ഞാൻ ഇന്ന് നടാൻ പോകുന്നത്. എന്നാൽ വരി നമുക്ക് കാണാമല്ലോ. ഉരുളക്കിഴങ്ങ് 3 മാസം മുമ്പ് നട്ടത് ഇവിടെ കൊണ്ടുപോയി വെച്ചു. അതിൽ എഴിഞ്ഞു പോകുന്ന ഒരു കൽക്കുന്നെന്ന് ഞങ്ങൾ പറയുക, അതങ്ങ് പോയി. ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ നട്ടു. ഇതൊക്കെ ഞാൻ പുറത്ത് വെയിലും നോക്കി നടുന്ന കണ്ടോ. എൻ്റെ തക്കാളിയൊക്കെ പൂവിട്ട് കായിടാൻ നോക്കുന്ന ഇതൊക്കെ കാബേജുകളൊക്കെ പുറത്ത് നടുന്നത് നല്ല വെയിലാണ്. മഴ നമ്മൾ നനച്ചിട്ടേ ഇതിൻ്റെ അടിയിൽ ഒരു ജീവി ഞാൻ കാണിച്ചു തരാം, മാന്തി കാണിച്ചു തരാം. ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതൊക്കെ ഉണങ്ങുന്നുണ്ട്. ഞാൻ എങ്ങനെയാണെന്നറിയോ, മൊത്തത്തിൽ വിളവെടുക്കലില്ല. അപ്പം ഞാൻ ആ മുറ്റമൊക്കെ അടിച്ച് വാരി ഭക്ഷണം ഉണ്ടാക്കാൻ അകത്തേക്ക് കയറുമ്പോൾ രാവിലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഒക്കെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ വിളവെടുക്കലുള്ളൂ. എൻ്റെ ഫ്രിഡ്ജാണ് മുറ്റം. എന്നപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉരുളക്കിഴങ്ങും അങ്ങനെയാണ് ഞാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറിച്ചെടുക്കുന്നില്ല, ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരിക. അത് ഞാൻ നട്ടതാട്ടോ. 3 മാസം കഴിഞ്ഞു. 3 മാസം ഇതിൽ ചീര മുളച്ച് വരുന്നത് കണ്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കുന്നത്, ഞാൻ കൃഷി എടുക്കുന്ന അതുപോലെ എടുക്കുന്ന കുറേ ആൾക്കാർ എനിക്കുണ്ട്. ഇതാ കണ്ടോ, ഉണ്ടായത് കണ്ടോ. ഇതൊക്കെ ചെറുത് വലുതുണ്ട് ഇവിടെ. കണ്ടോ യോ കൂക്കി എടുക്കാൻ തോന്നുന്നു. കണ്ടോ ഇവിടെതാ ഒന്ന്, ഇവിടെതാ ഇതും കുറച്ച് എളുപ്പമുണ്ട്. കണ്ടോ ഇവിടെ പച്ചയായി പോയിട്ടോ. ഞാനെന്താണെന്നറിയോ, ഒന്നൊക്കെ മതിയല്ല നമ്മളെ സാമ്പാറിനൊക്കെ. അപ്പം എന്തിനാ ഞാൻ ഒന്നാമത് പറിച്ച് കൊണ്ടുവെക്കുന്നത്. ഞാൻ മണ്ണിട്ട് മൂടിക്കാട്ടോ. ഇത് മണ്ണിട്ട് മൂടിയില്ലെങ്കിൽ പച്ചായി കളിയാണ്. പച്ച നമ്മൾ ഉപയോഗിക്കാൻ പറ്റൂരാന്ന് കേൾക്കുന്നുണ്ട്. മുളച്ചാലും പച്ച ആയാലും ഒന്നും ഉപയോഗിക്കാൻ പറ്റൂരാന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഇത് വിളവെടുക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ആൾക്കാർ എഴുന്നേറ്റ് വരുന്നുണ്ട്. പച്ചച്ചീര നല്ല ഉഷാറുണ്ടാവും. എൻ്റെ പച്ചച്ചീര ഒന്ന് ഉണ്ടായത് കാണിച്ചു തന്നാൽ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഇത്രയും ഉഷാറിലുണ്ടാവുമോ വിചാരിച്ചു. അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ ലാസ്റ്റ് നോക്ക് എന്തോ ഉഷാറ്. നോക്ക്, ചിലരൊന്നും കണ്ടിട്ടുണ്ടാവൂല. കണ്ടോ ഉരുളക്കിഴങ്ങ് വലുപ്പം. സൂപ്പർ. ഇതിനുള്ളിലൊക്കെ ഉണ്ടാവും. നമ്മൾ മാന്തിയൊക്കെ ഇറ്റാ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവശ്യത്തിനേ ഇങ്ങോട്ട് മാന്തി എടുക്കുള്ളൂ. ഇതെടുത്ത് മാറ്റട്ടെ കേട്ടോ. നമുക്ക് ഇതെങ്ങനെയാണോ ഞാൻ നട്ടത് അതുപോലെ ഞാൻ ഇന്ന് നടുന്നത്. അതുപോലെ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. ഇതിലൊന്നാ നട്ട്, ഇനി നടുന്ന ചാക്കിൽ എങ്ങനെയൊക്കെയാണ് നടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നടാൻ പോകുന്നത് ഒരു സിമൻറ്റ് ചാക്ക് കുറച്ച് ഹൈറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വേറൊരു മോഡലിലാണ് നടുന്നത്. ഈ ചാക്കുകൾ കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. ഇതിൽ ഞാൻ തക്കാളി നട്ടിട്ട് വിളവെടുത്ത് അതിൻ്റെ എല്ലാം കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ മണ്ണെടുത്ത് ഇത് മാറ്റി വെച്ച് നല്ല മണ്ണാണ്. എന്താണെന്ന് പറഞ്ഞാൽ അതോ കരിയില നിറഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ മണ്ണ് ഇങ്ങോട്ട് ബക്കറ്റിലേക്ക് എടുത്ത് വെച്ച് ഇതിലാണ് നടാൻ പോകുന്നത്. 2 പ്രാവശ്യമൊക്കെ നമുക്ക് കൃഷി എടുക്കുക. അപ്പോൾ ഇതെടുത്ത് വെച്ചു. പിന്നെ അതിലേക്ക് നിറക്കാനുള്ള കരിയില അവളെ കരിയില കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നറിയാം. മുറ്റും ഒക്കെ പരിസരം വൃത്തിയാവും. നമുക്ക് ചുടണ്ട, പുക ശ്വസിക്കണ്ട, നല്ല വളം കിട്ടും ചെടികൾക്ക്. പിന്നെ അതിലേക്ക് ഇടാൻ എൻ്റെ കുറേ വെട്ടി ഒഴിവാക്കിയുണ്ട്. അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇടും. നല്ല വളമായി വരും. നടുന്നത് ഉരുളക്കിഴങ്ങ് മുളച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒരു ചാക്കിൽ തന്നെ മുള വരുന്നു. ഇതിനൊക്കെ മുള വരുന്നുള്ളൂ. ഇതാണ് ഇപ്പം സൂപ്പർ വൺ. ഇത് ഞാൻ മേലെ വെക്കും. അങ്ങനെ ഇതിൽ ഞാൻ 4 എവിടെയാണ് നടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. ഇനി നമുക്ക് തുടങ്ങാം. കൃഷി എടുക്കുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടാട്ടെ. എന്താണെന്നറിയോ,
എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെത് കണ്ട് അതേപോലെ കൃഷി എടുക്കുന്നവർ അവർക്കെങ്ങാനും ഒരു കുത്ത് കിട്ടിയാലോ എനിക്കത് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇടുക. പിന്നെ ഒരു സംശയം ചോദിച്ചത് ഗ്ലൗസ് ഇട്ടാൽ പാമ്പ് കടിക്കൂല എന്നുള്ളത്. ആളെ പേര് മറന്നുവല്ലോ, ആരാ ചോദിച്ചിരുന്നതാ. പാമ്പൊക്കെ കടിക്കൂക, അതൊക്കെ ലൂസല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നഖത്തിലൊന്നും മണ്ണാവൂല. ഈർക്കിളി എന്തുണ്ടെങ്കിൽ നഖത്തിനുള്ളിൽ കുത്തി നമുക്കത് പിന്നെ പഴുപ്പ് വന്ന് 3 മാസം ഒരു കിടപ്പായിരിക്കും. 3 മാസത്തിലൊന്നും മാറൂല. അതിനൊക്കെ മെച്ചായി ഇത് കണ്ടോ, ഗ്ലൗസ് ഇട്ട്. ഇനി നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മൾ തുടങ്ങാൻ പോവുക കേട്ടോ. ചാക്ക് ഞാൻ പറഞ്ഞല്ലോ, ചാക്കിൻ്റെ ഉള്ളൊക്കെ അന്ന് നോക്കണ്ട. ഒരു സിമെൻറ്റ് നമുക്ക് ഉരുളക്കയും കിട്ടിയാൽ പോരാ നന്നായിട്ട്. എന്തിനാ അപ്പം നമ്മൾ ചാക്കിൻ്റെ ഭംഗി നോക്കുന്നത്? ഏതായാലും ചാക്ക് പഴയതാണ് ഉള്ളത്. എത്ര വേണം നമുക്ക്. പിന്നെ എന്താ ഇതിൽ ഫസ്റ്റ് തന്നെ കരിയിലാണ് കുത്തി നറുക്കട്ടെ. ഞാൻ പറയാറുണ്ട്, കരിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കരിയിലൊക്കെ മണ്ണാവും. ഉറപ്പിൽ നല്ല ലൂസ് മണ്ണായിരിക്കും. നമ്മൾ നടുന്ന ചെടികളെ വേരുകൾ നെട്ടോട്ട് ഓടാൻ നല്ല സുഖമായിരിക്കും. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ അങ്ങനെ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് ആരോഗ്യമുള്ള ചെടിയാക്കി മാറ്റും. നമ്മളെ വേരുകളാണല്ലോ അതിൻ്റെ ധർമ്മം, അതിൻ്റെ പണികൾ എടുക്കുന്നത്. അപ്പം നമ്മളെന്താക്കും, അതിനനുസരിച്ച് പോട്ടി മിക്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങിന് ഇത് ഫസ്റ്റാണ്. ഇനി ഞാൻ നടുന്ന ഉരുളക്കിഴങ്ങ് ഈ ചാക്ക് നിറച്ചും ഉണ്ടാവും. കാരണം എവിടെയൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് ഫിറ്റാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓരോരോ ഐഡിയ കൊണ്ട് നമുക്ക് നല്ലോണം കൃഷി ചെയ്ത് എടുക്കാം. ഓ കീറുന്നുണ്ട്, കീറിക്കോട്ടെ. അന്നിപ്പം മേലെ കീറിക്കോട്ടെ, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്താ ഞാൻ ഇട്ടു. ഇനി ഞാൻ എൻ്റെ മണ്ണ് ഉറട്ടല്ലേ കൈ കൊണ്ടതാ. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്, കറുപ്പ് മണ്ണാ. എല്ലാ ഭാഗത്തേക്കും എത്തണം. നമ്മൾ ഇടുന്ന പോട്ടി മിക്സൊക്കെ എല്ലാ ഭാഗത്തും എത്തണം. പിന്നെ മാക്സിമം നമ്മളങ്ങ് കൂത്തി അമർത്തുക. നമ്മൾ ആരോഗ്യം നോമ്പ് ആരോഗ്യം കുറഞ്ഞിക്ക് ഉള്ള സമയം നോക്കിയിട്ട് കൂത്തി അങ്ങോട്ട് അമർത്തുക. കുറച്ചും കൂടി ഇട്ടട്ടെ. നിങ്ങൾ ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? ഞാൻ ചാക്കും ഉപയോഗിക്കുക, ഉപയോഗിച്ച് മണ്ണും ഉപയോഗിക്കും. അത് സംശയം തീർന്നല്ലോ. ഞാൻ കാണിച്ചു തന്നെ ചിരട്ട ഒക്കെ അതിൽ വീണത്. ഇനി കുറച്ചും കൂടെ ഇടട്ടെ കേട്ടോ. ഒക്കെ എൻ്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ വാരിക്കൊണ്ടുവരുന്നത്. എൻ്റെത് എന്താ അറിയുക, കൂടുതലും എൻ്റെ പ്ലാവിൻ്റെ ഇല എൻ്റെ കൂടുതലും. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് പ്ലാവില്ല പോലും, ഇല കിട്ടാനില്ല. അവർ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവർ, അവർക്കാണ് കൃഷി എടുക്കാൻ ഭയങ്കര താല്പര്യവും. അങ്ങനെയുള്ളവർക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? നാട്ടും പ്രദേശം ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ എല്ലാം എടുക്കാനാവുള്ളൂ. ഇനിയും കുറച്ച്. ഇനി ഞാൻ ഇതിട്ടിരേ, എന്താ ഇതൊക്കെ അങ്ങോട്ട് ഒക്കെ വളമായി പോകും. ധാരാളം പൊട്ടാസ്യം മഗ്നീഷ്യം ഒക്കെ ഉള്ളത് കൊണ്ട് പഴത്തിൻ്റെ എല്ലാത്തിലും ഇത് ഞാൻ കുറേ ആവേശത്തിൽ കുറേ കന്നൊക്കെ നടും, കായ ഉണ്ടാവും, കൊലച്ച് കഴിഞ്ഞ് ചില സമയത്ത് എനിക്ക് ആ തോട്ടത്തിൽ പോകാൻ കഴിയൂല. എൻ്റേത് മൊത്തം പക്ഷികൾ തിന്നുമല്ല. ആരെങ്കിലും കൺട്രോൾഡ് വക്കുവാണ്. അപ്പം കണ്ടവർ പറയും പക്ഷി തിന്നുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് 2 പടലയൊക്കെ തീർന്നിട്ടുണ്ടാവും. ആയിക്കോട്ടെ, എല്ലാവർക്കും തിന്നോട്ടെ. നമ്മൾ അധ്വാനിച്ചിട്ട് മറ്റുള്ളവർക്ക് വിശപ്പടക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നല്ലൊരു കൂലി കിട്ടുന്ന സംഗതി തന്നെയാണ്. എന്താ ഒന്ന് ചെറുതാക്കിയാ ഞാൻ ഇത്. കുറച്ച് മണ്ണിടട്ടെ. ഇതൊക്കെ മണ്ണ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മണ്ണ് ഈ പഴയതാണെന്നില്ല. എനിക്ക് മണ്ണ് കുറവാണ് അവിടെ. പിന്നെ എനിക്ക് ടിപ്പർ മണ്ണ് അടിച്ചു തന്നിട്ടുണ്ട്, പുറത്താള്. ഞാനത് കടലാസ് കൊണ്ടൊക്കെ മൂടിന്. കടലാസ് എന്ന പ്ലാസ്റ്റിക് ഷീറ്റ്. കാരണം ഇവിടെ ഇന്നലെ ഒന്ന് മഴ ചാറി, എല്ലായിടത്തും നല്ല മഴ പെയ്തിന്, ഇവിടെ പെയ്തില്ല. അതുകൊണ്ട് ഇവിടെ പ്രതീക്ഷിക്കാം. ഇനിയും ഞാൻ നറുക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ പോട്ടി മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾക്കും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. ചിലവർ ചോദിക്കുന്നുണ്ട് നിങ്ങളെ സ്ഥലം എവിടെയാ? അപ്പം ഞാൻ വയനാടാണെന്നറിയും. ഓ പിന്നെ വയനാടായിട്ടല്ല നിങ്ങൾക്ക് ഇത്ര ഉണ്ടാകുന്നത്. വയനാടായാലൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്താ പറയുക, നമ്മളതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണം, നല്ലോണം അധ്വാനിക്കണം, പണിയെടുക്കണം. ഇങ്ങനെ വെറും മണ്ണിലങ്ങ് നട്ടാൽ ഒന്നും ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളെ ലൈവായിട്ട് കാണിക്കുന്നത് എന്താ പറയുക, സംശയം തീർന്നോട്ടെ വിചാരിച്ചിട്ടാണ്.
പിന്നെ കുറേ പേര് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരുണ്ട്. ഞാൻ ആഴ്ചയിലൊരു ദിവസം ഞാൻ നിങ്ങളെ കമൻറ്റിനുള്ള മറുപടി തരാമെന്ന് വിചാരിച്ച. കാരണം എല്ലാം കൂടി നടക്കുന്നില്ല. വീട്ടിലെ പണിയെടുക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ കമൻറ്റിന് മറുപടി തരാൻ എനിക്ക് സങ്കടം. അതും എല്ലാം കൂടി നടക്കുന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി അതിനായിട്ട് ഒരു ദിവസം ഞാൻ അതിൻ്റെ ഇരിക്കും. അപ്പം ആ ഇരിക്കുന്നതിന് 4 ദിവസം മുമ്പുള്ള തൊട്ടുങ്ങിട്ട് കമൻറ്റിനൊക്കെ മറുപടി തരും. അത് പോരെന്നുള്ളതെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ അന്നന്ന് വീഡിയോയിൽ വായിക്കണം എന്നുള്ളത് അഭിപ്രായം പറയണം കേട്ടോ. ഏതാണ് നിങ്ങളെ ഇഷ്ടം എന്നുള്ളത്. ഇതാ ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. കൊറട്ട് ഒക്കെ ഒന്ന് ലെവല് ചെയ്തതാ. കുറച്ചുകൂടി മണ്ണിടട്ടെ. ഇതിന് ഞാൻ എത്ര തക്കാളി പറിച്ചെടുത്തു എന്നറിയോ? ഞാൻ തക്കാളി വിളവെടുക്കുന്നതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കലുണ്ട്. ഷോർട്ടായിട്ടും ലോങ് ആയിട്ടും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മണ്ണിൻ്റെ കളറൊക്കെ ഇത് വെറും കരിയിലയാ. കരിയില നിറച്ചിട്ടാണല്ലോ ഞാൻ നടല്. അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് പിന്നെ എൻ്റെ കൂടപ്പറപ്പായിട്ട് എപ്പോൾ ഉണ്ടാവും, കൂട്ടുകാരിയാണ്. അങ്ങനെ ഞാൻ പോട്ടി മിക്സ് നിറച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിറച്ചങ്ങൾ കണ്ടല്ലോ. ഇനിയാണ് നമ്മൾ നടാൻ പോകുന്നത് നിങ്ങൾ കാണണം. നിങ്ങളും ഇതുപോലെ ചെയ്യണം. ഞാൻ 100% ഉറപ്പ് പറയുന്നത്, കൃഷിക്ക് താല്പര്യമുള്ളവർ ഇത് ചെയ്തിരിക്കും. ഇതാ കണ്ടോ, വെയിറ്റില്ല, തീരെ വെയിറ്റില്ല, എവിടെയും കൊണ്ടേക്കാം. കൂടുതലും കരിയില തന്നെയല്ലേ. നമ്മൾ നടാൻ പോവാം കേട്ടോ. ഇപ്പോൾ നല്ല കുറച്ച് ഹൈറ്റുള്ള ചാക്കാണല്ലോ. അപ്പം മേലെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ നനച്ച് ഉഷാറിലുണ്ടാവും, ഒക്കെ ഉറപ്പ് തന്നെയാണ്. അപ്പം ഇത്രയും ഭാഗം വേസ്റ്റാണ്, ഇതിൻ്റെ ആവശ്യമല്ല. ഉരുളക്കിഴങ്ങ് ഒരിക്കലും താഴോട്ട് ഇറങ്ങൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മൾ ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുക്കുക. ഇവിടെ അങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് വെച്ച് കൊടുത്താൽ അപ്പോൾ ആ ഭാഗം നിറഞ്ഞോളൂ, ഉരുളക്കിഴങ്ങ് നിറയും. അല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ സൂപ്പർ ഇതാ അല്ല റൗണ്ടിൽ കിട്ടീന്. എന്നിട്ട് ഇത് കുറച്ചിങ്ങോട്ട് മാറ്റുക, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്തുക. ഇത് കുറേ ഹൈറ്റാണെങ്കിൽ നടുക്കൊരു കുപ്പിയിൽ വെള്ളമൊക്കെ വേണ്ടി വരും കേട്ടോ, അല്ലാതെ പോകൂല. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയോ? കുറച്ച് മണ്ണ് എടുത്ത് നിറക്കട്ടെ കേട്ടോ. എന്താ ഉരുളക്കിഴങ്ങിന് മണ്ണൊക്കെ ഇട്ടിട്ട് നിറച്ചിട്ട് ഇതുപോലെ ഞങ്ങൾ ചെയ്ത് നോക്കേണ്ടി. എന്നാലും നമുക്ക് ഒരു ചില്ലി കാശ് മുടക്കില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ് കിട്ടും. ചാക്ക് നിങ്ങൾക്ക് ഇടുന്നപ്പം ചാക്ക് കിട്ടുന്നുള്ള തലവേദനയൊന്നും വേണ്ട. അപ്പം എല്ലാ സ്ഥലത്തും വീട് പണിയൊക്കെ റോഡ് പണിയൊക്കെയാണ്. അപ്പോൾ അവിടെ ചാക്ക് സിമൻറ്റ് ചാക്ക് ഒരു കുടുങ്ങി തലവേദനയായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് മെല്ലെ ചോദിച്ചാൽ മതി, ഒരു ചാക്ക് തരുമോ? അവർ മല പോലെ അട്ടിക്കിങ്ങ് തരും. എനിക്കങ്ങനെ തന്നതാ, അതാ ഞാൻ പറയുന്നത്. എന്താ ഞാൻ നടാൻ പോകുക കേട്ടോ. മുളച്ചത് മുള പുറത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് അങ്ങ് വെച്ച് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറച്ച് മുള പുറത്ത് നിന്നോട്ടെ. കുറച്ച് നിന്നോട്ടെ. അങ്ങനെ ഇവിടെ ഒന്ന്. ഇപ്പം ഇവർക്ക് വെള്ളം കിട്ടും, വെള്ളം വറ്റുമൊക്കെ കിട്ടും. ഇവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ആദ്യമേ കൊടുത്തേക്ക്. ഇനി നന മാത്രം മതി ഇവർക്ക്. നല്ല ഉഷാറിൽ ഇനി വെറൈറ്റിയിലുള്ളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതിങ്ങനെ അങ്ങോട്ട് ഇത് ഓരോ അപ്ഡേഷൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ. ഇനി എന്താക്കുന്നറിയാം, ഇവിടെ ഞാൻ ഓൾസ് ഇടുന്നതേ കാണിക്കുന്നുള്ളൂ. എല്ലാ സമയം നമ്മളത് നീണ്ടുപോകും. ഇനി 3 മാസം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഇത് ഞാൻ വിളവെടുപ്പ് കാണിച്ചു തരാം. അന്നേരം ഈ ചാക്ക് നിറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. കാരണം അതിലൊക്കെ ഉണ്ട് ഉരുളക്കിഴങ്ങ്. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിലുണ്ടല്ലോ. ഒന്ന് ഇവിടെ, ഇനി ഒന്ന് ഇവിടെ. 1 2 3 കുറേ ഒന്ന് വിട്ട് നിന്നോട്ടെ, അടുപ്പിച്ച് വേണ്ട.
ഇനിയിപ്പോൾ നമ്മളെ അടുത്ത് ഉരുളക്കിഴങ്ങ് ഇല്ല നിൽക്കുക 3 4 ഉള്ളൂ എങ്കിൽ ആവുന്ന സമയത്ത് തുളച്ച് വെച്ചാലും മതി കേട്ടോ. ഇനി ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ 3ാമത്തും ഞാൻ നട്ടു. ആകെ 4 കൊണ്ടുവന്ന് ഇതാ ഇതൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ നിറച്ചിന്. ഞാൻ ഇതൊക്കെ മണ്ണോട്ട് പൊത്തി കൊടുക്കുന്ന നീലിയട്ടം വന്നിട്ട് മാന്തി ഇതാക്കണ്ടെന്നുള്ളത് ഒക്കെ നനക്കുമ്പോൾ പോകുക ഒക്കെ വെറുതെയാ. എന്താ ഒന്ന് ഇവിടെ നട്ടു, 1 എന്താ 2 ഇതാ 3 നട്ടു. ഇനിയാണ് മെയിനായിട്ടുള്ളത് ഇവിടെ നടുന്നത്. ഇനി കുറച്ച് മണ്ണും നമുക്ക് ഇടാം. ഇതാ ഉഷാറിൽ അങ്ങനെ കിടത്തിയാൽ മതി. ഇങ്ങനെ കിടത്തിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി നമ്മളെടുത്ത് നമ്മളെ ഒരു പേടിയും പേടിക്കാണ്ട് നമ്മളെ മണ്ണ് തന്നെ ഉണ്ട്. നനഞ്ഞീന് ഇന്നലെ കുറച്ച് ഞാൻ നനച്ചും ചെയ്തിന് കുറച്ച്. പിന്നെ നനയുമ്പോൾ തന്നെ എല്ലാ ബക്കറ്റിലും നിറഞ്ഞു നില ആയിപ്പോവും. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് 4 ഉരുളക്കിഴങ്ങ് നട്ടു. ഒരു ഉരുളക്കിഴങ്ങിൽ നിന്ന് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ചാക്ക് നിറയെ ഉരുളക്കിഴങ്ങ് ആയിരിക്കും. കാരണം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ അറിയാം എങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ തളിര് വരുന്നതിൻ്റെ ശക്തി നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. കുഴപ്പമില്ലാതെ ഞാനെല്ലാം എൻ്റെ അങ്ങനെ തുടക്കം തന്നെ എനിക്ക് തിരിയൂ ഇത് ഉഷാറാവുമല്ലേ എന്നൊക്കെ ഉള്ളത്. മുള ഒന്ന് പുറത്തേക്ക് ഒരു വായു സഞ്ചാരത്തിന് ഇങ്ങനെ ഇട്ടിച്ച്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ 4 ഉരുളക്കിഴങ്ങ് ഒരു ചാക്കിൽ നടുന്നത് കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. പറഞ്ഞാൽ ഇവിടുന്ന് മുളച്ച് ഇങ്ങനെ കരുത്തിൽ വരും. ഇവിടുന്ന് മുളച്ച് ഇങ്ങനെ വരും. ഒരു മുളയൊന്നും അല്ല കേട്ടോ വരിക. ഒരു ഉരുളക്കിഴങ്ങിന് 5 6 7 8 10 ഉണ്ടാവും മുള ഇങ്ങനെ വരും. പിന്നെ ഇവിടെയും മുളച്ച് വരും. അങ്ങനെ മുളച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് പിടിച്ച് കെട്ടിക്കൊടുത്താൽ ഇങ്ങനെ കുത്തനെ നിന്നോളൂ. ഇതിൽ നിന്ന് നന്നായിട്ടുണ്ട്. ഇത് ഏറ്റവും വലുതാണ്. ഞാൻ മുറിച്ച് നടാറില്ല ഉരുളക്കിഴങ്ങ്. പണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് പീസാക്കി നട്ടു. ആരോ എന്നോട് പറഞ്ഞ് പീസാക്കുന്നത് നല്ലതാണ് എന്നുള്ളത്. അങ്ങനെ നട്ടു വെക്കുമ്പോൾ എനിക്ക് അതിൽ കുറവാണ് കിട്ടിയത് കിഴങ്ങ്. അപ്പാടങ്ങ് നട്ട്. അപ്പാട് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മുറിക്കാതെ അങ്ങ് നട്ടപ്പോൾ വിളവെടുത്ത് വെക്കുമ്പോൾ നന്നായിട്ട് കിട്ടി എനിക്ക്. എൻ്റെ ഉരുളക്കിഴങ്ങ് വിളവെടുപ്പൊക്കെ എൻ്റെ പഴയ ഒരു മാസം മുമ്പത്തേലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ അതും നട്ടതും ഒരേപോലെയാണ് ഇതും നട്ട്. ശൈലിയല്ല, ഒരേ പോട്ടി മിക്സ്. ഇനി ഞാൻ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കും. നനയ്ക്കൽ നിർബന്ധമാണ്. ഇന്ന് നനക്കുന്നില്ല, അത് മണ്ണൊക്കെ നനഞ്ഞ മണ്ണാണ്. അത് അവിടെ കൊണ്ടുപോയി വെക്കുകയേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങിന് വെയിൽ വേണമെന്ന് ചോദിച്ചു. വെയിൽ വേണം. ഉരുളക്കിഴങ്ങിന് നല്ല വെയിൽ വേണം, നന വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ എത്ര മാസമാണ് ഉരുളക്കിഴങ്ങ് സംശയത്തിനൊക്കെ മറുപടി അന്നേ ചോദിക്കാൻ തുടങ്ങി. 3 മാസം വേണം ഉരുളക്കിഴങ്ങിന്. പിന്നെ ഉരുളക്കിഴങ്ങിന് പൂട്ടൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നതാണ്. എൻ്റെ കുറേ വിളവെടുക്കാനുണ്ട്. പിന്നെ പൂ നല്ല ഭംഗിയുള്ള പൂ, അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അത് വൃത്തിയാക്കിയില്ലെങ്കിൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ സ്കിപ്പ് ചെയ്യാതെ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കുഞ്ഞിമിച്ചി എന്നോട് പറഞ്ഞു എൻ്റെ പേര് കണ്ടില്ലല്ലോ, ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ പൂളപ്പോയിലുള്ള കുഞ്ഞിമിച്ചനെ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ന് കുഞ്ഞിമിച്ച എന്നോ എൻ്റെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൃഷി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൃഷി ഇപ്പോൾ ഒന്നുമല്ല കേട്ടോ, ഭയങ്കര കൃഷിക്കാരിയാണ്. എനിക്ക് എന്തെല്ലാം തൈ തന്നു, എന്തെല്ലാം അല്ല കരകൗശലങ്ങൾ ഉണ്ടാക്കാനും എടുക്കെത്തിയ എല്ലാം കൊണ്ട് ഉഷാറാണ്. എനിക്ക് കുറേ തന്നതൊക്കെ മുളച്ചുണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പം ബാക്കിയുള്ളവരതൊക്കെ ഞാൻ അതിനായിട്ട് ഇരുന്നിട്ട് ഞാൻ മറുപടി പറയും. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം പറ്റൂല, കേൾക്കൂല. അങ്ങോട്ട് അതിനെ പറ്റിയൊക്കെ എനിക്ക് പറയാമല്ലോ, ധൃതി വേണ്ട. അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ബ്ലൗസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഊരുന്നതിൻ്റെ മുമ്പേ കഴുകിയാലുണ്ടല്ലോ നല്ല വിസ്താരത്തിൽ ഇങ്ങനെ കഴുകുക. ഇങ്ങനെ അങ്ങോട്ട് സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് കഴുകാൻ നിന്നാൽ നല്ല വൃത്തി ഉണ്ടാവും. എന്നാൽ പണി കഴിയുമ്പോൾ തന്നെ ഒക്കെ സ്പോട്ടിൽ ചെയ്താൽ നമുക്ക് മടിയും ഉണ്ടാവില്ല. പിന്നീട് എടുക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. നിങ്ങളൊക്കെ എങ്ങനെയാ പറയാം? കണ്ടോ എൻ്റെ ചളി പോയത്, ഞാൻ സോപ്പ് ഇങ്ങോട്ട് ഇട്ടില്ല. മേലെ ഉള്ളിൽ വെള്ളം ആവൂരല്ലോ, ഊരാണ്ട കഴുകണം. അപ്പം ഞാൻ
ഉരുളക്കിഴങ്ങ് നട്ട് കണ്ടല്ലോ, ഒരു ചാക്കിൽ എത്തുന്നതെന്നൊക്കെ കണ്ടല്ലോ. നിങ്ങൾ നടണം കേട്ടോ, നട്ടിട്ട് കമൻറ്റ് ചെയ്യണേ. പിന്നെ എത്രയോ ആൾക്കാർ നാട്ടിലുള്ളവരൊക്കെ അത് പറയാൻ വിട്ടുപോയി. നാട്ടിലുള്ളവരൊക്കെ എൻ്റെ കൃഷി കണ്ട് ഉരുളക്കിഴങ്ങ് നട്ടിട്ട് വിളവെടുത്ത് പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് വീഡിയോ എനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി ഞാൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, എനിക്ക് അവരെ കൃഷികളൊക്കെ എനിക്ക് വിട്ടു തരും. ഞാൻ എടുക്കുമ്പോൾ എടുത്തിട്ടുണ്ടായത് കറിയില്ല കമ്പോസ്റ്റ് കാണിച്ചു തരും, കൃഷികളൊക്കെ വിളവെടുപ്പ് കാണിച്ചു തരും, ഒക്കെ കാണിച്ചു തരലുണ്ട് കേട്ടോ. കുറേയൊക്കെ ഭയങ്കര ഇഷ്ടമായി കാണുന്നത്. അപ്പോൾ അതുപോലെ ഉരുളക്കിഴങ്ങ് നട്ട് കാണിച്ചു തരണം കേട്ടോ. അല്ലെങ്കിൽ ആ കാണിച്ചു തരാൻ കഴിയാത്തവരെനിക്ക് പറയണം, മെസ്സേജിൽ പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.